ഹലോ കൂട്ടുകാരെ, പെറ്റൽസ് എന്ന നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ട്രിവാൻഡ്രത്താട്ടോ. ഇവിടെ മഴയൊക്കെ ഇപ്പോൾ കുറവുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 3-ാം തീയതിയാണ്, ഓഗസ്റ്റ് 3-നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇപ്പം മഴയൊക്കെ മാറി ഒരുവിധമൊക്കെ മഴയൊക്കെ തോർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു, പക്ഷെ ഇന്നിപ്പം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം വെയിലുണ്ട്. എന്നാൽ മാനത്ത് മേഘമൊക്കെ ഉണ്ട്. രാത്രി ചിലപ്പോൾ നല്ല മഴയായിരിക്കാം. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ എവിടെ നിന്നൊക്കെയാണ് കാണുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ അവിടെയൊക്കെ മഴയൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും സേഫായിട്ടിരിക്കുക. കൊച്ചുകുട്ടികളൊക്കെ സ്കൂൾ അവധിയൊക്കെ ആയിരിക്കാം. ഒരിക്കലും വെള്ളത്തിൽ കളിക്കാനോ ഒന്നും പോകരുത്. നീന്താനോ അങ്ങനെ ഒന്നും പോകരുത് കേട്ടോ. സേഫായിട്ടിരിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിപ്പം ഞാൻ കാണിക്കുന്ന ട്രിവാൻഡ്രം കേട്ടോ. ട്രിവാൻഡ്രത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുപോകാം. അപ്പം ഞാൻ ഇന്ന് പോകുന്നത്, എനിക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ നോക്കണമായിരുന്നു കേട്ടോ. കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു വണ്ടി വേണം എന്നുള്ളത്. അപ്പം പല കാരണങ്ങളാലും ഒന്നും നടക്കുന്നില്ല. പ്രധാനമായിട്ട് സാമ്പത്തികം തന്നെ കേട്ടോ പ്രശ്നം. അപ്പം എന്തായാലും ഇപ്പം വണ്ടി വേണം എന്നുള്ളതൊരു വലിയൊരു അത്യാവശ്യ കാര്യമായിട്ട് ഇരിക്കുവാണ്. അപ്പം EV ആണ് കേട്ടോ നോക്കുന്നത്, ഇലക്ട്രിക് വെഹിക്കിളാണ് നോക്കുന്നത്. അപ്പം അതിന് 1-2 ഷോറൂമൊക്കെ ഞാൻ ഗൂഗിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കട്ടെ, നമ്മുടെ റേറ്റും ബഡ്ജറ്റും എല്ലാം കൂടെയൊക്കെ നോക്കണമല്ലോ. അപ്പം അതൊക്കെ നോക്കിയിട്ട് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിക്കണമെന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ അതിന് മുമ്പ് എനിക്ക് ചാലയിൽ കയറിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒന്ന് വാങ്ങിക്കണമായിരുന്നു. എൻ്റെ മോനാണെങ്കിൽ സ്നാക്സിന് അവരുടെ സ്കൂളിലെ ഫ്രൂട്ട്സ് മാത്രമേ കൊടുത്തു വിടാവൂ. ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്നാക്സ് കൊടുക്കാം, എന്നാലും മാക്സിമം അവർക്ക് ഫ്രൂട്ട്സ് മാത്രമേ കൊടുത്തു വിടാവൂ. അപ്പം ചാലയിലൊരു ഷോപ്പുണ്ട്. സാധാരണ നമ്മൾ അവിടെ നിന്നാണ് ഫ്രൂട്ട്സ് മേടിക്കാറ്. അത് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് മാത്രമായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം ഓറഞ്ച് ആണെങ്കിൽ ഒരു 2 ഓറഞ്ചോ 3 ആപ്പിളോ 1 ആപ്പിളോ ഒക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. അപ്പം ഞാൻ അങ്ങനെയാണ് സാധാരണ വാങ്ങിക്കാറ്. അപ്പം എന്തായാലും ഇപ്പം ചാലയിലോട്ടാണ് പോകുന്നത്. ഇത് ആര്യശാല കേട്ടോ. ചാലയിലേക്ക് പോകുന്ന വഴിയാണ് ആര്യശാല എന്ന് പറയും. അപ്പം നമുക്ക് ട്രിവാൻഡ്രത്തെ ചാലയ്ക്കകത്തുള്ള കുറച്ച് കാഴ്ചകളും കൂടെ കണ്ട് നമുക്ക് പോവാം. ഇവിടെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്കാട്ടോ, പ്രത്യേകിച്ച് കാറ്. കാരണം ഇവിടെ ഓടിക്കുന്നവരൊക്കെ അങ്ങനെയാണ് ഓടിക്കുന്നത്. ബൈക്കൊക്കെ ആണെങ്കിൽ കുത്തിത്തിരി കേട്ടോ പോകുന്നത്. അത്രയും എക്സ്പേർട്ടായിട്ടുള്ളവർക്ക് മാത്രമേ ചാലയിൽ ഇവിടെ ഓടിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നവരൊക്കെ ആണെങ്കിലൊക്കെ ഒരു ശ്രദ്ധയില്ലാതെ കേട്ടോ റോഡിൽ കൂടെ നടക്കുന്ന, ഹോൺ അടിച്ചാൽ പോലും മാറി തരത്തില്ല. അങ്ങനെയാണ് ഇതിൻ്റെ അകത്തൂടെ വണ്ടി ഓടിക്കുക എന്നുള്ളത്. ഇവിടെ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റിയ അവർ ഭയങ്കരമായിട്ട് എക്സ്പേർട്ടായിരിക്കും എന്നാണ് ഇവിടെ ഉള്ളവർ പറയാറ്. കൈ തെളിയാനൊക്കെ ചാലക്കകത്തൂടെ വണ്ടി ഓടിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഓട്ടോയൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട, വണ്ടി വന്നാൽ പോലും അവർ ശ്രദ്ധിക്കാതെയൊക്കെ തിരിയത്തുള്ളൂ. അപ്പം അതാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പം ഇതൊക്കെ കേട്ടോ. ചാലയിൽ ഇഷ്ടംപോലെ ഷോപ്പുണ്ട്, എല്ലാം തുറന്നു വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. തലേന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വലിയ വെള്ളക്കെട്ടും കാര്യങ്ങളൊന്നും കാണാനില്ല. പിന്നെ ഇവിടെയൊക്കെ പൊതുവെ കുറച്ച് ഉയർന്ന സ്ഥലമാണ്. ഇതിൻ്റെ ബാക്കിലാണ്, ഇതിൻ്റെ അപ്പുറത്തൊരു സൈഡുണ്ട് പച്ചക്കറി മാർക്കറ്റും അവിടെയൊക്കെ ഉള്ളത്. അവിടെയൊക്കെ ചിലപ്പോഴും വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് ഭയങ്കരമായിട്ടുള്ള മഴയില്ലായിരുന്നു, ഉണ്ടായിരുന്നു. എന്നാലും മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ മഴയില്ലായിരുന്നു. ഒരു ദിവസം രാത്രി തകർത്ത് പെയ്തു, അതൊഴിച്ചാൽ വലിയ പ്രശ്നമില്ല. ഇടയ്ക്ക് വെയിൽ വരുന്നതുകൊണ്ട് ഈ കയറിയ വെള്ളമൊക്കെ വറ്റാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ചാലയിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഫ്രൂട്ട്സ് കടയിലേക്ക് പോകാം. അവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കാറ്ററിങ്ങിനൊക്കെ ഇവിടുന്ന് ഹോൾസെയിലായിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാറുണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും കൂടെ പിക്ക് ചെയ്ത് വാങ്ങിയിട്ട് നമുക്ക് നേരെ സ്കൂട്ടർ നോക്കാൻ പോവാം.
അപ്പോൾ ഇവിടെ തന്നെ നല്ല ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓറഞ്ച് കുറച്ചധികം വാങ്ങി. കിലോ 200 എത്ര രൂപ കേട്ടോ ഓറഞ്ച്. ബില്ലടിച്ചപ്പോഴാണ് അറിഞ്ഞത്. എന്തായാലും അതൊക്കെ വാങ്ങി. പിന്നെ 3-4 ഫ്രൂട്ട്സ്, ആപ്പിള്, അങ്ങനെ 2-3 ഫ്രൂട്ട്സൊക്കെ വാങ്ങി. പ്ലം അതൊക്കെ വാങ്ങി. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സും വാങ്ങി. അവിടുന്ന് നേരെ നമുക്കൊരു EV എടുക്കാനായിട്ടൊരു സെൻറ്ററിലേക്ക് പോവാം. അത് എവിടെയാണ്? നമ്മുടെ ജഗതിയുടെ അവിടെ കേട്ടോ. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഫ്രൂട്ട്സ് മേടിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞ EVയുടെ ഷോപ്പ് ഇവിടെ കേട്ടോ. പക്ഷെ ഇവിടെ ഞാൻ എത്തിയപ്പോൾ നമ്മളെ പ്രതീക്ഷിച്ചത്ര കളക്ഷനോ മോഡലോ ഒന്നും ഇല്ലായിരുന്നു. ആകെ 2 മോഡലാണ് അവർ കാണിച്ചു തന്നത്. പക്ഷെ അത് 1,80,000 ആ ഒരു റേഞ്ചുള്ള വണ്ടിയാണ് ഉള്ളായിരുന്നത്. അപ്പം എന്തായാലും നമ്മളവിടെ അധികം നിന്നില്ല, അപ്പം തന്നെ ഇറങ്ങി. നമുക്ക് അത്രയും ബഡ്ജറ്റൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ അടുത്ത് നോക്കുന്നത് മരുതൻകുഴിയിലൊരു ഗ്രാൻഡ്യൂർ എന്നും പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട്. അത് നല്ല EV ആണോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ നല്ലതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഗ്രാൻഡ്യൂർ എന്നും പറഞ്ഞിട്ടുള്ള EV ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഫോൾട്ടോ പോരായ്മയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കണേ. അപ്പോൾ ഇവിടെ കേട്ടോ ഒരു EVയുടെ ഷോപ്പുള്ളത്. അവിടെ അത്യാവശ്യം മോഡൽ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നേരെ അതിൻ്റെ അകത്തോട്ട് കയറാം. എന്തായാലും ഈ ഓണത്തിനൊരു വണ്ടി എടുക്കണം. എനിക്കിഷ്ടപ്പെട്ട ഈ ഒരു വെസ്പ മോഡലൊരു വണ്ടിയാട്ടോ, ഈ റെഡ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. നേരത്തെ പോയ കടയിലത്തെ പോലത്തെ ഒന്നുമല്ല. അവിടെ 300 കിലോമീറ്ററോ 600 കിലോമീറ്ററോ എങ്ങാണ്ട് ഒറ്റ ചാർജിന് തന്നെ ഓടിക്കാൻ പറ്റുന്ന വണ്ടികൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ നോക്കുന്നില്ല. ഞാൻ നോക്കുന്ന ഈ ലൈസൻസ് വേണ്ടാത്ത ഈ ഒരു ബേസ് മോഡൽ വണ്ടിയാണ് കേട്ടോ. ഇതിപ്പോൾ 57 സംതിങ് ആണ് പറഞ്ഞത്. അത് 1 വർഷം ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ 50 സംതിങ് ആണ്. നമുക്ക് 10 വർഷം വേണേലും ബാറ്ററി ആക്കാം.